കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആർ ശങ്കർ. മറന്നു. ബേബി ജോൺ, കുഞ്ഞാലിക്കുട്ടി. കുട്ടൻ്റെ അടുത്ത് വെച്ചാൽ മതി, കുട്ടനെ അറിയാം. കുട്ട നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് പാങ്ങോട് പഞ്ചായത്തിലെ ഭരതന്നൂര് ലെനിൻ കുന്നല്ലേ? ഇതെന്താ ഈ വാർഡിന്റെ പേരാണോ? ലെനിൻ കുന്നാണ് ഈ വാർഡിന്റെ പേര്. വിപ്ലവം പറഞ്ഞ സ്ഥലമാണ്. അത് തന്നെ, പണ്ട് കമ്മ്യൂണിസ്റ്റുള്ള ഭയങ്കര സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ചേച്ചി അറിഞ്ഞാണോ എന്താണ് അവിടുത്തെ പ്രത്യേകതയെന്ന്? എൻ്റെ മൊബൈലിലൊന്ന് വന്നായിരുന്നല്ലേ? അപ്പോൾ അക്ഷയ തൃതീയയോടനുബന്ധിച്ച് ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് പണിക്കൂലി തീർത്തും സൗജന്യമാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം അവർ നൽകുന്ന മറ്റൊരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് ആ സമ്മാനം ലഭിക്കും. ചോദ്യം സിമ്പിളാണ്, കേരളവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഇവിടെ പറയും. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി കുട്ടൻ്റെ അടുത്ത് വെച്ചാൽ മതി, കുട്ടനെ അറിയാം. ആർ ശങ്കർ. ആർ ശങ്കർ അല്ല അല്ലേ? അപ്പോൾ എനിക്കറിഞ്ഞു. ബേബി ജോൺ. കുഞ്ഞാലിക്കുട്ടിയല്ല. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി എന്ന്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറഞ്ഞ ഇതാരാണ്? രായണ്ണൻ അല്ലേ? ആദ്യമേ തന്നെ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറഞ്ഞു. നമ്മളെ കേരളത്തിൻ്റെ ഐക്യ കേരളം നിലവിൽ വന്ന ശേഷം EMSൻ്റെ നേതൃത്വത്തിൽ വന്ന മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇത് തൊഴിലുറപ്പ്, അതിനുമ്പോൾ ടാപ്പിംഗ് കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ടാപ്പിംഗ് വിത്ത് തൊഴിലുറപ്പ്. ഓക്കെ. അപ്പോൾ ഈ സമയത്ത്, മഴ സമയത്ത് ടാപ്പിംഗ് നടക്കൂ? ടാപ്പിംഗ് തുടങ്ങിയല്ലോ ഈ വർഷം സീസൺ. തുടങ്ങിയതല്ലേ? പിന്നെ കൊച്ചിലെ കുറേ പൊതുപ്രവർത്തനമുണ്ടല്ലോ, അത് ഇന്ന് കിട്ടിയാണിത്. പിന്നെ പേപ്പർ വായിക്കും, എല്ലാം ചെയ്യും, ഇഷ്ടം പോലെ വായിക്കും. അപ്പോൾ മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഇപ്പോൾ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. രായണ്ണൻ അല്ലേ? രാജൻ. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് മിനാർ ഗോൾഡ് അവരുടെ കസ്റ്റമേഴ്സിനായി മികച്ച ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് സമ്മാനം നേടിക്കഴിഞ്ഞു. ഇതാ മിനാർ ഗോൾഡ് കല്ലറ. ഞങ്ങളിവിടെ ആദ്യം ചോദിക്കുന്ന സമയത്ത് തന്നെ ദൂരെ നിന്ന് ജോസഫ് മുണ്ടശ്ശേരി എന്നൊരു വിളി കേട്ടായിരുന്നു അല്ലേ? എൻ്റെ അടുത്ത് ചോദിക്കുന്ന പേര് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ചേച്ചി, മിനാർ ഗോൾഡിൽ അപ്പോൾ ഈ 30 മെയ് 1 എന്താണ് സംഭവിക്കുന്നത്? അക്ഷയ തൃതീയയായിട്ട് അതിൻ്റെതായിട്ട് പണിക്കൂലി സൗജന്യമായിട്ട് നൽകുന്നു. അതിന് എല്ലാവരും അപ്പോൾ 2 ഗ്രാമിൽ തുടങ്ങുന്ന നെക്ലസുകൾ അവിടെ ലഭ്യമാണ്. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും വിപുലമായ അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരവുമുള്ള അവർ നൽകുന്ന സമ്മാനമാണ്. പൈസ തരുമോ? പൈസ തരുമോ? അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.